ശ്രീമദ് ഭാഗവതം ക്ലാസ് 229. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 10 ആദ്യ ഭാഗത്തിലെ 27-ാമത്തെ അധ്യായമാണ്. ഗോവിന്ദ പട്ടാഭിഷേക നിരൂപണം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നിലെ ശ്രീസുഖൻ പറയുകയാണ്, ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കിക്കൊണ്ട് ഗോകുലത്തെ ഘോരമായ വർഷത്തിൽ നിന്നും കൃഷ്ണൻ രക്ഷിച്ചപ്പോൾ കാമധേനുവും ഇന്ദ്രനും ശ്രീകൃഷ്ണൻ്റെ അടുക്കലെത്തി. കാമധേനുവും ഇന്ദ്രനും എൻ്റെ 2 പറയുന്നു, അപരാധം പ്രവർത്തിച്ചവനാണ്. അപരാധം കാരണം ഈ മഴയെല്ലാം അനാവശ്യമായിട്ട് മഴയെല്ലാം പെയ്യിപ്പിച്ചത് ഇന്ദ്രനാണ്. അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ സൗശ്ചര്യമെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പാളിപ്പോയി. അതുകൊണ്ട് ലജ്ജിതനായ ഇന്ദ്രൻ ആരുമില്ലാത്ത സമയത്താണ് അവിടെ ഏകാന്തതയിലാണ് അവിടെ സമീപിച്ചത്. കൃഷ്ണനെ സമീപിച്ചിട്ട് സൂര്യമണ്ഡലം പോലെ പ്രകാശിക്കുന്ന കിരീടം കൊണ്ട് കൃഷ്ണന്റെ തൃപ്പാദത്തിൽ സ്പർശിച്ചു. അപ്പം രാജാവാണ്. ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടിക്ക് പിന്നിലും അവയെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഇന്ദ്രൻ. സൃഷ്ടി തുടങ്ങുന്നത് മുതൽ ഒരു മേസ്ത്രി കണക്കെ എല്ലാ കർമ്മങ്ങളെയും ഏകോപിപ്പിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ എല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. അതുകൊണ്ട് ഇന്ദ്രനാണ് ദേവന്മാരുടെ എല്ലാം രാജാവ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇന്ദ്രനാണ് കിരീടം ധരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് അഹങ്കാരം കയറിപ്പോയി. അതുകൊണ്ട് സൂര്യമണ്ഡലം പോലെ പ്രകാശിക്കുന്നു. കാരണം നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും പ്രേരിപ്പിച്ച് നടപ്പാക്കുന്നത് സൂര്യനാണ്. അതേപോലെ തന്നെ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ആ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ്. ഇപ്പം നമ്മൾ ചോറ് വെക്കുമ്പോഴും നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, അരിയും വെള്ളവും പാത്രത്തിലിട്ട് അടിയിൽ തീ കൊടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കുറേ കർമ്മങ്ങൾ കിടക്കുന്നുണ്ട്, വലിയ മാറ്റങ്ങൾ കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ അരി നല്ല ചോറായി മാറുന്നത്. അപ്പം അതിനെല്ലാം ഏകോപിപ്പിക്കാൻ അവിടെ ഒരു ശക്തിയുണ്ട്. സയൻസിൽ നിന്ന് വരുന്ന ശക്തി തന്നെയായിരിക്കാം അത്. അതിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം സൃഷ്ടി മുതൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴെല്ലാം അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി അവൻ തന്നെയാണ് ഏറ്റവും വലുത്, ഇന്ദ്രൻ. അപ്പം സൂര്യനെ പോലെ തന്നെ പ്രകാശിക്കുന്നവനാണ്. എന്നിട്ട് 3 മുൻപ് കേട്ട മഹിമകൾ ഇപ്പോൾ നേരിൽ കണ്ടറിഞ്ഞ ഇന്ദ്രൻ. മുമ്പ് പലതും കൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ നേരിട്ടാണ് കണ്ടറിഞ്ഞത്. എന്നിട്ടോ താൻ ത്രിലോകനാഥനാണെന്ന ആ ഭ്രമം മാറ്റി അതുവരെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്, ഇതിൻ്റെ മുകളിൽ വേറൊരു ശക്തി ഒന്നുമില്ല. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പിന്നിൽ നമ്മളെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ആർക്കും ഉള്ളത്, ഇന്ദ്രനുള്ളത്. ഇന്ദ്രനും വിചാരിക്കുന്നത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ രാജാവാണ്. അങ്ങനെയുള്ളൊരു ബ്രഹ്മമുണ്ട്, അതിനെ പക്ഷേ നമ്മളെയും ഇന്ദ്രനെ, അപ്പം നമ്മൾ ഇന്ദ്രനും എല്ലാം ഒരേപോലെ കാണും. നമ്മൾ നമ്മളെ ജോലി ചെയ്യുന്നു, ഇന്ദ്രൻ ഇന്ദ്രൻ്റെ ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ശക്തിയുണ്ട് എന്ന് അദ്ദേഹത്തിന് മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് ചിന്തിച്ച് നടന്നത്. യഥാർത്ഥത്തിൽ ഇവരൊന്നും ഈശ്വരനല്ല. അപ്പം ആ ഭ്രമെല്ലാം മാറ്റിയിട്ട് കൂപ്പ് കൈയോടെ കൃഷ്ണനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? 4 നിന്തിരുവരുടെ സ്വരൂപം, അങ്ങയുടെ സ്വരൂപം രജോ തമോ ഗുണമില്ലാത്തതാണ്. രജോ തമോ ഗുണം എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ 2nd ലോവും 3rd ലോവും. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിക്കുമ്പോൾ ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ മറികടന്നിട്ട് വേണം നമ്മൾ കർമ്മം സാധിക്കാൻ. അപ്പം നമ്മളെല്ലാം കർമ്മം ചെയ്യുമ്പോഴാണ് ആര് വരുന്നത്, ഇന്ദ്രൻ വരുന്നത്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല.
നമ്മൾ ചോറ് വെക്കുമ്പോഴാണ് ഇന്ദ്രനാടി എത്തുന്നത്. അപ്പം രജോ ഗുണമാണ്. ഒരു പുതിയ ഒന്ന് ചെയ്യുമ്പോൾ അത് രജോ ഗുണമാണ്. അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് തമോ ഗുണമാണ്. അപ്പം ഈ നല്ല പ്രവൃത്തിയും മോശപ്രവൃത്തിയും ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ വരുന്നത്. അപ്പം ഇന്ദ്രനും വർക്ക് ചെയ്യുന്നത് രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമാണ്. എന്നേ ആ നിർഗുണമായ ബ്രഹ്മത്ത് സത്വഗുണമാണ്. അതിന് മാറ്റമൊന്നുമില്ല, അതങ്ങനെ നിൽക്കുന്നതാണ്. അതിനാണ് സത്വഗുണം. ഇന്നുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കുക. ആ ശ്രീഹരി എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല, അതെപ്പോഴും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് അത് സത്വഗുണമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്തിരുവള്ളിയുടെ സ്വരൂപം രജോ തമണമോ ഗുണമില്ല, സാത്വികത്തിൽ പൂർണ്ണമായതാണ്. അപ്പോൾ സാത്വിക ഗുണമാണ് പൂർണ്ണമായിട്ട് അങ്ങേക്കുള്ളത്. എല്ലാ സമയവും സ്ഥായിയായ ഒരവസ്ഥയാണ് ആര്? നിൻ തിരുവടി എന്ന് പറയുകയാണ്. ആര്? ശ്രീഹരിനെ അല്ലെങ്കിൽ കൃഷ്ണനെ. പിന്നെന്താണ്? ജ്ഞാനമയമാണ്. എല്ലാ ജ്ഞാനവും ആ ശക്തിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ജ്ഞാനം തന്നെയാണ് ഈശ്വരൻ. ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ജ്ഞാനത്തിൽ നിന്നാണ്, സയൻസിൽ നിന്നാണ്. അതുകൊണ്ട് സയൻസ് തന്നെയാണ് ഈശ്വരൻ. അപ്പം ജ്ഞാനമയനും നിർവികാരനും, അദ്ദേഹത്തിന് ഒരു വികാര വിചാരങ്ങളും ഇല്ലാത്തവനുമാകുന്നു. അങ്ങേക്ക് കർമ്മവുമായോ പ്രകൃതി ഗുണങ്ങളുമായോ ഒരു ബന്ധവുമില്ല. അങ്ങക്കൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ നടക്കുന്ന ഒരു കർമ്മങ്ങളുമായിട്ട് അങ്ങേക്കൊരു ബന്ധവുമില്ല. പ്രകൃതി ഗുണങ്ങളുമായിട്ടും ഒന്നും ഒരു ബന്ധവുമില്ല. പിന്നെ ഈ നടന്നതെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി തീരുമാനിച്ച് അതേപോലെ ഒന്ന് നടക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ആലോചിച്ചിട്ട് ചെയ്യുന്നൊന്നുമല്ല, അപ്പം കയറി ചെയ്യുന്നൊന്നുമല്ല. എന്താണോ മുമ്പ് ലോകം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുമാതിരി പോകുന്നു, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. അദ്ദേഹം എന്നേരം തോന്നിയിട്ട് ചെയ്തൊന്നുമല്ല. ഇത് ഓൾറെഡി ഇങ്ങനെയാണ് പോകുക, അതുമാതിരി പോകുന്നേ ഉള്ളൂ. ഇനി 5 ഹേ ലോകനാഥ, അങ്ങ് ലോകത്തിൻ്റെ നാഥനാണ്. ദേഹസംബന്ധിയായി ഉണ്ടായ, അതിന് കാരണമായ, ദേഹസംബന്ധിയായി ഉണ്ടായത്. ഈ ലോകമെല്ലാം ദേഹസംബന്ധിയായിട്ട് ഉണ്ടായതാണ്. ദേഹമുണ്ടാകുന്നു, അതിന് കാരണം ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. അജ്ഞാനികളുടെ അടയാളമായ ചില അജ്ഞാനികളുടെ പ്രത്യേകതയാണ്, അടയാളമാണ് ലോഭാദി വികാരങ്ങൾ. അവയൊന്നും തന്നെ നിന്തിരുവടിക്കില്ല. അങ്ങനത്തെ വികാരവും വിചാരവും ഒന്നുമില്ല. അദ്ദേഹത്തിന് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്ദ്രനോട് വേറെ ദേഷ്യവുമില്ല. ഗോപന്മാരോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇന്ദ്രൻ്റെ ആ ഒരു അഹങ്കാരം ഇല്ലാതാക്കണം എന്നുള്ളൊരു കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമാണ്. ആ നിലയിലങ്ങ് പ്രവർത്തിച്ചു എന്നത് കവിഞ്ഞ് പ്രത്യേക സ്വന്തം താല്പര്യത്തിലൊന്നും ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന് വികാരവും ഇതൊന്നും ഇല്ല. എങ്കിലും പക്ഷെ അതേസമയം എന്തുണ്ട്? ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായി അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട്, ധർമ്മം സംരക്ഷിക്കണം. ലോകത്തിൽ അദ്ദേഹം ഒരു കാര്യം വിഭാവനം ചെയ്തു പോയിട്ടുണ്ട്. ലോകം ഇങ്ങനെയുണ്ടാണ്, ഇന്ന സ്റ്റേജിൽ ഇങ്ങനെ ഉണ്ടാണ്, അവസാനം ഇങ്ങനെ എത്തണം, ഓരോ ആൾ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കണം എന്ന് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തെറ്റുമ്പോൾ ധർമ്മത്തിനെതിരാണ്. അപ്പം ധർമ്മ സംരക്ഷണത്തിനായി അപ്പോൾ അവരെന്തായിത്തീരും? ദ്രോഹികളായിത്തീരും. അവർ സ്വാർത്ഥമതികളാവുമ്പോഴാണ് ധർമ്മത്തിന് എതിരായി പ്രവർത്തിക്കുന്നത്. നമ്മൾ ന്യായമായ പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ധർമ്മത്തിനനുസരിച്ചാണ്. പക്ഷെ എനിക്ക് എന്ന ചിന്ത വരുമ്പോഴാണ് കുഴപ്പം തുടങ്ങുന്നത്. അപ്പം ദ്രോഹികളായിത്തീരും. അങ്ങനെ ദ്രോഹികളെ ഒതുക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് ദണ്ഡനവിധിയെ കൈക്കൊള്ളുന്നുണ്ട്. ദ്രോഹികളായിത്തീരുമ്പോൾ, കാരണം ഇന്ദ്രനും അവിടെ ദ്രോഹ ചെയ്തത്. മഴ പെയ്യേണ്ട സമയത്ത് പെയ്യായിരുന്നെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ദ്രോഹം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഇല്ലായ്മ ചെയ്യും. 6 പറയുന്നു, നിന്തിരുവടി അഖില ലോക ജനിതാവാണ്, ഉപദേഷ്ടാവാണ്. അത് ഉപദേശിച്ചിട്ടുണ്ട്, ആദ്യം തന്നെ ഉപദേശിച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയാണ് പോകേണ്ടതെന്ന്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം തന്നെ ഒരു നിയമമായിട്ട് ഉപദേശിച്ച് വിട്ടിട്ടുണ്ട്.
എല്ലാവരും ഇങ്ങനെ പോയിക്കോളണം. അതാണ് ഉപദേഷ്ടാവ്. പിന്നെയോ നിയന്താവുമാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അവർ നിയമം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നിയന്ത്രിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാലോ, ഇടതുവശത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി ഇടതുവശത്തോട്ടേ പോകും. പിന്നെ അതിന് ആരെങ്കിലും, അതാണ് നിയന്ത്രണം. ശരിയായ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഒരു നിയമം ഉണ്ടാക്കി അത് അംഗീകരിച്ചു പോകും, ഉറപ്പാണ്. ആണ് കാലശക്തിയായ ദണ്ഡ് ധരിച്ച്. പക്ഷെ ഞാൻ എന്താണ് ചെയ്തത്? ഇന്ദ്രൻ കാലശക്തി, കാലത്തിൻ്റെ ശക്തി, കാലം എനിക്ക് തന്ന ശക്തി ഏതായിട്ട് ദേവന്മാരുടെ ഈ ലോകത്തിൻ്റെ എല്ലാ കർമ്മവും ചെയ്യാനുള്ള അധികാരം ആ ദണ്ഡ് ധരിച്ച് ലോകാധിപത്യം നടിച്ചുകൊണ്ട്, ഞാനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടിക്കുന്നത്, അപ്പോൾ എന്ത് ധരിച്ചു? ഞാനാണ് ഈ ലോകത്തിൻ്റെ അധിപൻ എന്ന് ധരിച്ച് നടക്കുന്ന ഈ ഉള്ളവനടക്കമുള്ളവരുടെ ദുരഭിമാനം. അപ്പം ഇത് ഞാനടക്കമുള്ള എല്ലാവരും, ഇപ്പം ഭരണത്തിൻ്റെ തലപ്പത്ത് ആര് ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുമ്പോൾ തലക്ക് മത്ത് പിടിക്കും. പിന്നെ ഇനി അതിനെ തൊടാൻ ആർക്കും കഴിയില്ല, ഞാൻ തന്നെ എന്ത് തീരുമാനിക്കുന്നതെന്ന് വെച്ച് നടക്കുമ്പോഴാണ് അങ്ങനെയുള്ള ദുരഭിമാനം ദൂരീകരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ലോകക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. ഫ്രീ ആയിട്ട് ആരും അങ്ങേരെ നിയന്ത്രിക്കാനില്ല. സ്വന്തം അങ്ങേര് തീരുമാനിക്കുന്നതന്നെ ശരി, അതുമാതിരി പ്രവർത്തിക്കുന്നു. 7 എന്നെ പോലെയുള്ള അജ്ഞന്മാരെയും, ഞങ്ങളെല്ലാം അജ്ഞാനികളാണ്. ഈ അജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള എല്ലാ ലോക സൃഷ്ടിയുടെ കാര്യങ്ങളെല്ലാം ഇന്ദ്രന് നല്ലോണം അറിയാം. കാരണം എല്ലാ കർമ്മവും ചെയ്യുന്നത് ഇന്ദ്രനാണ്. ഒരു മേസ്ത്രിയാണ് വീട് വെക്കുന്നത്. അപ്പോൾ വീടിൻ്റെ എല്ലാ കാര്യവും ആർക്കറിയാം? മേസ്ത്രിക്കറിയാം. അവർ ഇന്ദ്രൻ എല്ലാം അറിയാം. പക്ഷേ അജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ എല്ലാം ഞാനാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ മുമ്പിലുള്ള ഒരു കക്ഷിയാണ് ഈ നിയമങ്ങൾ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നെ പോലെയുള്ള അജ്ഞന്മാരെയും ലോക അധിപന്മാരെന്ന് നടിക്കുന്നവരെയും, അങ്ങനെ ലോകത്തിൻ്റെ അധിപന്മാർ ഞാനാണെന്ന് നടിക്കുന്ന കുറേ പേരുണ്ട് ഈ ലോകത്തിൽ. ഞാൻ ലോകത്തിൻ്റെ പോലീസാണ്, ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് നടിക്കുന്ന പലവരും ഈ ലോകത്ത് ഉണ്ട്. ആ കസേരയിൽ ഇരിക്കുമ്പോൾ എന്തെല്ലോ തലക്ക് പിടിക്കും. പിന്നെയെല്ലാം ഞാനാണ്, എൻ്റെ മുകളിൽ ആരും ഇല്ല. പക്ഷെ ഇതെല്ലാം അവിടെ ഇരുത്തുന്നതും എല്ലാം കാലം തീരുമാനിച്ച മാതിരിയാണ് പോകുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. ലോക അധിപന്മാരെന്ന് നടിക്കുന്നവരെയും ഭയം ഉണ്ടാക്കുന്ന കാലത്തും അവർ ഭയങ്ങൾ ഇവിടെ ഉണ്ടാക്കും. മുകളിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും ഭയം ഉണ്ടാക്കി വിടും. ആ കസേരയിൽ ഇരുന്നിട്ട് എല്ലാവരെയും പേടിപ്പിച്ചിട്ടാണ് ഭരിക്കുക. കാരണം ആരും ഉണ്ടരുത് അങ്ങോട്ട്, ഭയം കൊണ്ടാണ്. അതുകൊണ്ട് ഭയം ഉണ്ടാക്കും. അപ്പം ഭയമുണ്ടാക്കുന്നവരെയും ഭയരഹിതനായി നിന്ന് അവരുടെ മതത്തെ തൽക്ഷണം കളയുന്നു. അപ്പം അവർ ഭയം ഉണ്ടാക്കിയിട്ട്, ലോകം മുഴുവൻ ഭയം ഉണ്ടാക്കിയിട്ടാണ് അവർ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ശക്തി ഭയരഹിതനായി, അങ്ങനെയൊക്കെ ഭയമൊന്നുമില്ല, നിന്നുകൊണ്ട് അവരുടെ മതത്തെ തൽക്ഷണം കളയുന്നു. അവരുടെ ബലം കളയും. ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്താൻ പറ്റിയ കക്ഷികളിൽ ഒന്നാണ് നെപ്പോളിയനും ഹിറ്റ്ലറും എല്ലാം. എവിടെ എത്തി? അത് ചിന്തിച്ചാൽ തന്നെ മതി. നമുക്ക് എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. കഥയിലാണെങ്കിൽ കംസനുണ്ട്, 10 തലയുള്ള രാവണനുണ്ട്. ഇവരൊന്നും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. എന്നാലും ആ കസേരയിലിരിക്കുമ്പോൾ അഹങ്കരിച്ചു പോകും. അവർ ഗർവമകറ്റി, അപ്പോൾ അവരുടെ ഗർവം ഇല്ലാതാക്കി സന്മാർഗത്തെ അവലംബിക്കുന്നു. അപ്പം കിട്ടേണ്ടത് കിട്ടുമ്പോൾ അവർ സന്മാർഗികളായിട്ട് മാറും. നിന്തിരുവടിയുടെ ഓരോ ചേഷ്ടയും, അങ്ങ് കാണിക്കുന്ന എല്ലാ പ്രവൃത്തികളും ദുർമാർഗികൾക്കുള്ള ശിക്ഷാപ്രയോഗമാണ്.
അങ്ങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദുർമാർഗികളായ ഭരണാധികാരികൾക്കെതിരെ, അല്ലാതെ അങ്ങേര് വേറെ കാര്യത്തിലൊന്നും തലയിടില്ല. നമ്മുടെ കാര്യത്തിൽ വന്നിട്ട് നമ്മളെ സഹായിക്കാനോ നിങ്ങൾക്ക് ഭക്ഷണം വേണം, നിനക്ക് ധനമില്ലേ, വിളിക്കുമ്പോൾ കടത്തെന്ന്, ഇതിനൊന്നും അങ്ങേക്ക് തലയിടില്ല. അങ്ങേര് ഭരണാധികാരികളെ വെച്ചിട്ടുണ്ട് ലോകത്തെ ശരിക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട്. അവരവരുടെ ജോലി ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ എടുത്ത് ദൂരെ കളയും. അവരുടെ അഹങ്കാരമെല്ലാം ശമിപ്പിച്ചു കൊടുക്കും. അല്ലാതെ ജനത്തിൻ്റെ നേരിട്ട് കയറി ഇടപെടുന്ന പരിപാടിയൊന്നും ഈശ്വരനില്ല. ഒന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, നടക്കാൻ പോകുന്നില്ല. 8 പറയുകയാണ്, ലോകരക്ഷകനായ നിന്തിരുവടി അങ്ങാണ് എല്ലാ ലോകത്തെ രക്ഷിക്കുന്നത്. ഐശ്വര്യ മതത്തിൽ മുഴുകിയും, ഞാൻ ഐശ്വര്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ, കസേലയിൽ ഇരിക്കുമ്പോൾ എല്ലാ ഐശ്വര്യമുള്ളപ്പോൾ ഐശ്വര്യ മതത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മൂഢനായും, യഥാർത്ഥത്തിൽ മൂഢനാണ്, ഭഗവാന്റെ മഹിമയെക്കുറിച്ച് അറിവില്ലാത്തവൻ, ഇങ്ങനൊരു ഭഗവാനുണ്ട് മുകളിൽ, അതിൻ്റെ തീരുമാനമനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അറിവില്ലാത്തവനും കുറ്റക്കാരനുമായ എന്നെ, ഞാൻ കുറ്റക്കാരനുമാണ്, എന്നെ സംബന്ധിച്ച് ക്ഷമിക്കുവാൻ അർഹിക്കുന്നു. പക്ഷെ എനിക്ക് ക്ഷമ നൽകുവാൻ അങ്ങ് അർഹിക്കുന്നു. എനിക്ക് ക്ഷമ തരണ്ടയാണ്. എന്തുകൊണ്ടാണ്? ഇനി ഭാവിയിൽ എനിക്ക് ഈ വിധം ദുഷിച്ച ബുദ്ധി ഉണ്ടാവരുത്. ഈ ദുഷിച്ച ബുദ്ധി ഉണ്ടാക്കുന്നതും ആര് തന്നെയാണ്? ഈ ശക്തി തന്നെയാണ്. അതുകൊണ്ട് എന്നിൽ ഇങ്ങനെ ദുഷിച്ച ബുദ്ധി ഉണ്ടാക്കരുത്. ഞാൻ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടത് ആ സ്ഥലത്തിരിക്കുമ്പോൾ ഇങ്ങനെ ദോഷം ഉണ്ടാകുന്നു എന്നുള്ളത് ഉണ്ടാക്കി വെച്ച ആരാണ്? ആ ശക്തി തന്നെയാണ്. ആ ശക്തിക്കറിയാം ആ കസേലയിൽ ഇരിക്കുന്നവർക്ക് ഇതെല്ലാം. അതുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യേണ്ടി വന്നത്. ഇന്ദ്രൻ ഇതെല്ലാം ചെയ്യുമെന്നറിയാം. കാരണം ആ കസേലയിൽ ഇരിക്കുമ്പോൾ കസേലയ്ക്കൊരു കുഴപ്പമുണ്ട്. എല്ലാത്തിനും എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. സൃഷ്ടി അങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്. നല്ലയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മോശമുണ്ട്. അപ്പം ആ കസേലയിൽ ഇരിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അതിന് എന്തുണ്ട്? ഒരു ദൂഷ്യവശമുണ്ട്. ഈ ദൂഷ്യവശം എന്ന് പറയുന്നത് തലക്ക് മത്ത് പിടിക്കുന്നത്. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഞാനാണ് എല്ലാം, ഞാനാണ് ഈ ലോകത്തിൻ്റെ നാഥൻ, ഞാനാണ് ഈശ്വരൻ എന്നെല്ലാം തോന്നാൻ തുടങ്ങും. ഇനി എന്നെ നിയന്ത്രിക്കാൻ ആരും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ള തോന്നലെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഇനി ഭാവിയിൽ ഈ വിധ ദുഷിച്ച ബുദ്ധി എന്നിൽ ഉണ്ടാക്കരുത്. ഇന്ദ്രിയജ്ഞാനത്തിന് വിഷയമല്ലാത്ത സ്വയം പ്രകാശിക്കുന്നവനെ 9. ഇന്ദ്രിയങ്ങൾക്കൂടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ടോ കാണുകൊണ്ടോ ഒന്നും കാണാൻ പറ്റാത്തവനെ, ആരോടാണ് ചോദിക്കുന്നത്? കൃഷ്ണനോട്. കൃഷ്ണനിവിടെ കുട്ടിയായിട്ട് കഥാപാത്രമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷെ പറയുന്നത് എന്താണ്? ഇന്ദ്രിയജ്ഞാനത്തിന് വിഷയമല്ലാത്ത സ്വയം പ്രകാശിക്കുന്നവനെ ഈ കൃഷ്ണൻ യഥാർത്ഥത്തിൽ ഇല്ല. കഥയിലൊരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഇത് സ്വയം ഉള്ളിൽ പ്രകാശിക്കുന്നവനാണ്. നമ്മിൽ തന്നെയാണ് പ്രകാശിക്കുന്നത്. നമ്മിൽ തന്നെയാണ് കൃഷ്ണനായിട്ട് പ്രകാശിക്കുന്നതും നമ്മിൽ തന്നെയാണ് ദുര്യോധനനായിട്ട് പ്രകാശിക്കുന്നതുമെല്ലാം ആ കട്ടി തന്നെയാണ്. അപ്പൊ ഇടക്കിടക്ക് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കൃഷ്ണനെ പറ്റിയല്ല, പിന്നെ വിവരണം ആ ശക്തിയെ പറ്റിയാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. നമ്മൾ സാധാരണ പ്രഭാഷണത്തിൽ രാധേ രാധേ എന്നും പറഞ്ഞിട്ട് കൃഷ്ണനെ ഏത് ഈ കൃഷ്ണനെ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ പറയുന്ന മുഴുവൻ മറ്റേ ശ്രീഹരിയെ പറ്റിയാണ്. രൂപവും ഭാവവും ഇല്ലാത്ത എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് ഏത് സമയം പറഞ്ഞു തന്നെ പറയുകയാണ്. നമ്മൾ ഭാഗവതം പറയുമ്പോൾ കൃഷ്ണൻ്റെ കണ്ട മുഖം ഇങ്ങനെയാണ്, അവനിങ്ങനെ നടന്നിരുന്നു, ഇരുട്ടിയായിരുന്നു പോയിരുന്നത്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂട്ട പോയതായിട്ട് മറ്റേ എഴുതി വെച്ചിട്ടുണ്ട് എന്നെല്ലാം അടിച്ചു വിടും. അപ്പം ഇങ്ങനത്തെ ഇന്ദ്രിയ ജ്ഞാനത്തിന് വിഷയമല്ലാത്ത സ്വയം പ്രകാശവാനെ ഭൂമിയിൽ നിന്തൊരുവടിയുടെ ഈ അവതാരം സ്വന്തം ദേഹാദികളെ പോഷിപ്പിക്കുന്ന
ഈ അവതാരം എന്തിനടുത്ത? ഭൂമിയിൽ നിൻതിരുവടിയുടെ അവതാരം സ്വന്തം ദേഹാദികളെ പോഷിപ്പിക്കുന്ന ആൾക്കാർ. അതാരാണ്? സ്വാർത്ഥമതികൾ. ഭരണത്തിൽ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി ഇരിക്കുന്നവര്, സ്വന്തം ദേഹാദികളെ പോഷിപ്പിക്കുന്നവരും ഭൂമിക്ക് കനത്ത ഭാരമായി തീരുന്നവർ. അപ്പം ഭൂമിക്ക് എന്തായി തീരും? ഈ മുകളിലിരിക്കുന്ന ഈ ഭരണാധികാരികൾ ഭൂമിക്ക് ഭാരമായി തീരും, ജനങ്ങൾക്കെല്ലാം വലിയ ശല്യമായി തീരും. അപ്പം നിൻ തിരുവടി അവതാരം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുകളില് ദേഹാദികൾക്ക്, അവരവരുടെ ദേഹാദികളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരവരുടെ കുടുംബകാര്യമെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് ഭാരമായി തീരുമ്പോൾ ഭൂമിയിലുള്ള ബാക്കി ആൾക്ക് ഇവരെ കൊണ്ട് ഒരു ഗുണവുമില്ല. ഭാരം വർദ്ധിപ്പിക്കുന്നവരുമായ രാജാക്കന്മാരുടെ, ജനങ്ങളെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഭാരമായി തീരുന്ന രാജാക്കന്മാരുടെ. അപ്പൊ എവിടെയെല്ലാം രാജാക്കന്മാർ ഭൂമിക്ക് ഭാരമായി തീരുന്നു, അവരവരുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് ഭൂമിക്ക് ഭാരമായി തീരുന്നുണ്ട്, ജനങ്ങളുടെ കാര്യം നോക്കുന്നില്ല എങ്കിൽ അവതാരം എവിടെ ഉണ്ടാവും? കീഴെയുള്ള ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. കാലമാകുന്ന ശക്തി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മുളച്ചു വരും. ഏത് രൂപത്തിൽ വരുന്നു എന്നാൽ കൃഷ്ണനെ തിരിച്ചറിയാൻ പറ്റാതെ അതേമാതിരി പല രൂപത്തിൽ പ്രകടമായി വരും. അതിനെയെല്ലാം മുകളിലുള്ളവർ അടിച്ചൊതുക്കാനും നോക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നിട്ടോ രാജാക്കന്മാരുടെ വിനാശത്തിനും അതേസമയം തന്നെ ഭഗവാന്മാരുടെ ഭക്തന്മാരായ സത്തുക്കളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് ഈ അവതാരം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സാധാരണക്കാരുടെ ഇടയിൽ ഈ കൃഷ്ണൻ, കാലമാകുന്ന കൃഷ്ണൻ വരുന്നത് ആ നല്ല ആൾക്കാരുടെ ക്ഷേമത്തിനും ദുഷിച്ച ഈ ഭരണാധികാരികളുടെ എന്തിനു വേണ്ടിയിട്ട്? വിനാശത്തിനും വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു രാജാവാണ് ആര്? ഇന്ദ്രനും. ഇന്ദ്രനും തെറ്റിപ്പോയി. ആ സ്ഥലത്തിരുന്നുകൊണ്ട് അധികാരം തലക്ക് പിടിച്ചു. അപ്പൊ ആരെപ്പറ്റിയാണ് ഈ ഭാഗവതം പറയുന്നത്? ഈ ഭാഗവതത്തെയാണ് നമ്മൾ ഉള്ളിൽ, നമ്മളെ മനസ്സിലുള്ള എന്തെല്ലോ ആണ് അവിടെ ഗുസ്തി പിടിക്കണം, എന്നിട്ട് നമ്മളെ മനസ്സിനെ മാറ്റിയെടുക്കണം. നമ്മളോടൊന്നും അല്ല ഇത് പറയുന്നത്. വന്നതും നമ്മളെ നന്നാക്കാനൊന്നും അല്ല, ഭരണാധികാരികളെ നന്നാക്കാനാണ്. ഭരണാധികാരികളെ നന്നായി കഴിഞ്ഞാൽ നമ്മളും നന്നാവും, സംശയമൊന്നുമില്ല. ഭരണാധികാരികൾ നമുക്ക് വേണ്ടിയാണ് ഭരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നലുണ്ടാണ് നമ്മളെ ഭരിക്കുന്നത് ഭരണാധികാരികൾ നമുക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള വിശ്വാസം നമ്മൾക്കുണ്ട്. നമ്മളെ പ്രശ്നങ്ങളെല്ലാം അപ്പം പരിഹരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ പ്രശ്നം, നമ്മൾ ദൈവത്തിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്. മറ്റേ പൈസയും കൊണ്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഓരോ വഴിപാടും നടത്തിയിട്ട് ഈശ്വരനെ സാധിപ്പിക്കേണ്ട, എനിക്ക് ജോലി തരണം. ഇവിടെ ഗവൺമെൻറ്റാണ് ജോലി കൊടുക്കേണ്ടത്, അതും ഈശ്വരൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ആര്? ഭരണാധികാരികൾ. അതിനല്ല ഈശ്വരനാണ് ഇരിക്കുന്നത്. ഭരിക്കാൻ ആളെ അടിക്കേണ്ട, ജോലി അവിടെയാണ് കൊണ്ട് കൊടുക്കേണ്ടത്, അവിടെ നിന്നാണ് കൊടുക്കേണ്ടത്. അതിനാണ് ആടെ ഇരുത്തിയിരിക്കുന്നത്. ഭക്ഷണം കൊടുക്കേണ്ട അവരാണ്, രോഗം മാറ്റേണ്ടത് അവരാണ്, അതിനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത്. അത് ചെയ്തില്ല എങ്കിൽ അവരെടുത്ത് ദൂരക്കളയും. അല്ലാതെ ജനത്തിൻ്റെ വേണ്ടിയിട്ടൊന്നുമല്ല ഭാഗവത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പറയുന്നതെല്ലാം കൃഷ്ണൻ വരുന്നത് അതിനു വേണ്ടിയാണ്. എന്നിട്ടോ 10 സർവജ്ഞനും എല്ലാ ജ്ഞാനവും തികഞ്ഞവനും സർവ അന്തരാമിയും. അപ്പൊ ഈ പറയുന്ന കക്ഷി നമ്മിലെല്ലാം ഇരിക്കുന്ന ശക്തിയാണ്. സർവസ്വരൂപനും, ഈ കാണുന്നതെല്ലാം ആ ശ്രീഹരി തന്നെയാണ്. ആയ നിൻ തിരുവടിക്ക് നമസ്കാരം. യാദവന്മാരുടെ നായകനും, യാദവർ എന്ന് പറഞ്ഞാൽ ഈ പുതിയൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുന്നത്, സുന്ദരമായ ഒരു ലോകം യാദവർ, അതാണ് യാദവർ. അവസാനമുണ്ടാകുന്ന ആ നല്ല ജനവിഭാഗം, അതാണ് യാദവരുടെ നായകനും വസുദേവരുടെ പുത്രനുമായ ശ്രീകൃഷ്ണന് നമസ്കാരം. 11 സ്വഭക്തന്മാരുടെ ഇഷ്ടത്തിനൊത്ത്
ദേഹം ധരിക്കുന്നവന്. സ്വഭക്തന്മാര് എങ്ങനെ കാണുമെന്ന് വെച്ചാൽ അത്തരത്തിൽ ദേഹം ധരിച്ചു വരും. അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേക ഇതൊന്നുമില്ല. സ്വഭക്തന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദേഹം ധരിക്കുന്നവനും ശുദ്ധ ജ്ഞാനസ്വരൂപനും, എല്ലാ ജ്ഞാനവും ഇതല്ല എപ്പോഴും പറയുന്നത്. മായ കൊണ്ട് സർവരൂപം ധരിക്കുന്നവനും, മായ കൊണ്ടാണ് സർവലോകങ്ങളും ഈ രൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. സർവത്തിനും കാരണഭൂതനും, എല്ലാത്തിൻ്റെയും കാരണഭൂതനാണ്. ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണഭൂതൻ അദ്ദേഹമാണ്. സർവജീവികളുടെ ആത്മാവ്, നമ്മളുള്ള ആത്മാവ് ആ ഈശ്വരൻ തന്നെയാണ്. അങ്ങേക്ക് നമസ്കാരം. ഇനി 12 ഭഗവാനാൽ യാഗം മുടക്കപ്പെട്ടപ്പോൾ, ഭഗവാനന്റെ യാഗം മുടക്കി. അപ്പോൾ എനിക്കത് പറ്റി, ഉഗ്രകോപത്തോടുകൂടി ലോകത്തിൻ്റെ ഈശ്വരനാണെന്ന് സ്വയം ഞാൻ അഭിമാനിച്ചുകൊണ്ട് ഞാൻ സ്വയം തീരുമാനിക്കും, ഞാനാണ് ഈ ലോകത്തിൻ്റെ ഈശ്വരൻ. ഇവരൊന്നും ഈശ്വരന്മാരല്ല. ഇന്ദ്രനൊട്ടും ഇന്ദ്രനും അല്ല, ദേവന്മാരുടെ ദേവനാണ്. ഈ ഇന്ദ്രൻ ഈശ്വരനല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും, സൂര്യ അഗ്നിയോ ജലമോ എന്തായിക്കോട്ടെ, ഇതൊന്നും ഈശ്വരന്മാരല്ല. പക്ഷേ സ്വയം ഞാൻ സ്വയം ഈശ്വരനാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ഗോകുലനാശത്തിനായി, എനിക്ക് ദേഷ്യം വന്നപ്പോൾ എന്നാൽ പിന്നെ ഗോകുലത്തെ മുഴുവൻ അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന ഉദ്ദേശത്തോടുകൂടി കഠിന വർഷവും കാറ്റുമെല്ലാം നല്ല മഴയും ഇടി പെയ്പ്പിച്ചു. കാറ്റും കൊടുങ്കാറ്റും മുതലാവിയെല്ലാം ഈ വിധം ഞാൻ പ്രവർത്തിച്ചു. പിന്നെ 13 നഷ്ടമായ അഹങ്കാരത്തോടും, അപ്പോൾ എൻ്റെ അഹങ്കാരമെല്ലാം അതോടുകൂടി നഷ്ടമായി. ആ പ്രവൃത്തിയോടുകൂടി തന്നെ വ്യർത്ഥമായ പരിശ്രമത്തോട് ഞാൻ കുറേയെല്ലാം മഴയെല്ലാം വെപ്പിച്ചു നോക്കി, ഒരു കാര്യവും നടന്നില്ല. കൂടിയവനായി ഭവിച്ച ഞാൻ, അപ്പം എൻ്റെ അഹങ്കാരമെല്ലാം പോയി, വ്യർത്ഥമായി പരിശ്രമിച്ചത് മുഴുവൻ വ്യർത്ഥമായി പോയി. അങ്ങനെ കൂടിയവനായി ഭവിച്ച ഞാൻ നിൻ തിരുവടിയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി. ഇപ്പോൾ അങ്ങയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയാണ്, ഈ ദോഷം എന്നിൽ നിന്ന് പോയിക്കൊട്ടി. ഈശ്വരനും ഗുരുവും ആത്മാവുമായ നിൻ തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങ് ഈശ്വരൻ, അങ്ങ് മാത്രമേ ഉള്ളൂ ഈശ്വരൻ. ഈശ്വരൻ ഏകനാണ്, അല്ലാതെ രാമനും കൃഷ്ണനും ഒന്നും ഈശ്വരനല്ല. അതെല്ലാം ദേവതകൾ, കഥയിലെ കഥാപാത്രങ്ങൾ. ഇവർക്കൊന്നും രൂപമില്ല, ഈശ്വരന് രൂപമൊന്നുമില്ല, ജനിച്ചിട്ടില്ല, ജനിക്കുന്നുമില്ല. അപ്പം 14 ശ്രീസുഖൻ, ഈ വിധം ഇന്ദ്രൻ വാട്ടി സ്തുതിച്ചപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലുള്ള ഗംഭീര വാക്കിനാൽ ഇന്ദ്രനോട് പറഞ്ഞു. 15 അല്ലയോ ഇന്ദ്ര, ദേവേന്ദ്രപദത്തിൽ ഹേ ഇന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ദേവേന്ദ്ര പദവിയിൽ കണക്കിലേറെ മതിച്ചിരുന്ന, മതഭ്രമം ഉണ്ടായിരുന്ന, ദേവേന്ദ്രന്റെ പദവിയിൽ കണക്കിലേറെ ആവശ്യത്തിൽ കൂടുതൽ മതിച്ചിരുന്ന അങ്ങേക്ക് ഏതു നേരവും എന്നെക്കുറിച്ച് ഓർമ്മയുണ്ടാകുവാൻ വേണ്ടി അനുഗ്രഹിക്കുവാനായിട്ടാണ് ഞാൻ യാഗഭംഗം ഉണ്ടാക്കിയത്. എപ്പോഴും നീ എന്ത് വേണം? എന്നെപ്പറ്റി ചിന്തിക്കണം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ സന്യസിക്കാനൊന്നും പോണ്ട, നമുക്ക് ജോലി, ഓരോ കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കർമ്മം നമ്മൾ ചെയ്യണം. കർമ്മം ചെയ്യുമ്പോൾ ഇപ്പോൾ തൂണിൻ്റെ മറ്റേ ഷീറ്റെല്ലാം ഊരിയെടുക്കുമ്പോൾ കർമ്മം ചെയ്യും. അത് ശരിയായ കർമ്മം തന്നെയാണെങ്കിൽ, കാരണം പൂശണ്ടേ, കൊണ്ടുപോയിട്ട് പൂശിയിട്ട് കൊണ്ടുവരണമല്ല. അയ്യപ്പൻ്റെ മറ്റേ അത് പൂശാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അതിൻ്റെ തെറ്റ് പറയാൻ പറ്റും. അപ്പോൾ കൊണ്ടുപോയിട്ട് മോശമായില്ലെങ്കിൽ
പൂശിക്കൊണ്ടുവരുന്നത്. അത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്നെപ്പറ്റി ഓർത്തോളണം. എന്നെ ഓർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് മനുഷ്യർക്കുള്ള ഉപദേശം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്നെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്തോ ചെയ്തോ, പക്ഷേ എന്നെ ചിന്തിച്ചുകൊണ്ട് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ദേവേന്ദ്രന്റെ പദവിയിൽ കണക്കിലേറെ മതിച്ചിരുന്ന അങ്ങയ്ക്ക് ഏത് നേരവും എന്നെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, എന്നിട്ട് അങ്ങനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യാഗത്തിന് ഭംഗമുണ്ടാക്കിയത്. 16. അധികാരം, സമ്പത്ത് എന്നിവയാൽ കണ്ണ് കാണാത്തവർ. അധികാരം തലക്ക് പിടിക്കുമ്പോൾ, ചില സീറ്റിലെല്ലാം ഇരിക്കുമ്പോൾ അധികാരം തലക്ക് പിടിക്കും. പിന്നെ കുറേ സമ്പത്തും ഉണ്ടായാൽ മതി, എങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്തായിത്തീരും? ഒന്നും കാണാൻ പറ്റില്ല. കണ്ണ് കാണാത്തവർ കാലസ്വരൂപനായ എന്നെ കാണില്ല. അപ്പം സമ്പത്ത്, അധികാരം എന്നിവ തലക്ക് പിടിക്കുമ്പോൾ കണ്ണ് കാണാതാവുകയും, അപ്പോൾ അവർക്ക് എന്ത് പറ്റില്ല? കാലസ്വരൂപം, കാലമാണ് എന്നെ ഇടിയിരുത്തിയിരിക്കുന്നത്. കാലം വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ എടുത്ത് ദൂരക്കളി. ആ കാലസ്വരൂപനായ ആ ശക്തിയെ, കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത്. അതിനനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏത് പ്ലാനും കാലത്തിൻ്റെ, സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്നതും ആ ശക്തിയുടെ തീരുമാനിച്ച പ്രകാരമാണ്. അത് സമയമായിട്ട് ബന്ധിപ്പിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കസേരയിൽ ഇരിക്കുന്നതും കസേരയിൽ നിന്ന് ഇറങ്ങുന്നതും. അപ്പോൾ ആ അഹങ്കാരം തലക്ക് പിടിക്കുമ്പോൾ, സമ്പത്തും തലക്ക് പിടിക്കുമ്പോൾ കാലസ്വരൂപനായ എന്നെ കാണുകയില്ല. അതിനാൽ യാതൊരുവന് അനുഗ്രഹം ചൊരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവോ അവനെ ഞാൻ സമ്പത്തിൽ നിന്നും അകറ്റി നിർത്തും. ആരെയെങ്കിലും ഞാൻ അനുഗ്രഹിക്കുക, അതായത് ശരിയായ വഴിയിൽ നീ വരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ദരിദ്രവാസിയാക്കും, സമ്പത്തിൽ നിന്നും അകറ്റി നിർത്തും. അത് സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ മാറ്റിയെടുക്കാൻ കുറേ പാടാണ്. അപ്പോൾ അവനെ ശരിയാക്കണ്ടെങ്കിൽ ആദ്യം ആ സമ്പത്ത് അവൻ്റെ അടുത്ത് നിന്ന് അങ്ങ് മാറ്റിയാൽ മതി. അവനെ ആ കസാലയിൽ നിന്ന് പോകുമ്പോൾ തന്നെ സമ്പത്തും പോകും. അതോടുകൂടി തന്നെ ബോധം തെളിയും. അതുകൊണ്ട് 17 പറയാണ്, ഇന്ദ്ര പോയിക്കൊണ്ടാലും, അതുകൊണ്ട് പോട്, എൻ്റെ ഉപദേശം നിറവേറ്റുക. ഞാൻ ഈ പറഞ്ഞ ഉപദേശം ശരിക്ക് നിറവേറ്റുക. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഉപദേശം നിനക്കും അടക്കം ശുഭം വരും. ഗർവമില്ലാതെയും കർത്തവ്യത്തിൽ ശ്രദ്ധാലുവായും. ഗർവമുണ്ടാകാൻ പാടില്ല. ഏത് സ്ഥലത്തിരിക്കുമ്പോഴും ഗർവമുണ്ടാകാൻ പാടില്ല. കർത്തവ്യത്തിൽ നമ്മുടെ ജോലിയെ പറ്റി നല്ല ബോധ്യമുണ്ടാവണം. ശ്രദ്ധാലുവായിരിക്കണം. നിങ്ങളാൽ അവനവനുള്ള അധികാരങ്ങളിൽ, ആ കസേരയിൽ ഇരിക്കുമ്പോൾ ചില അധികാരങ്ങളുണ്ട്, അതിൽ സ്ഥിതി ചെയ്യുക തന്നെ വേണം. ആ കസേരയുടെ അധികാരത്തിൽ അവനവനുള്ള അധികാരത്തിൽ സ്ഥിതി ചെയ്യേ വേണം. അല്ലാതെ ആ കസേരയിലിട്ട് ഇനിയിപ്പോൾ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പറ്റില്ല. ആ കസേരയ്ക്ക് ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കുക തന്നെ വേണം. അപ്പൊ അധികാരം ഉപയോഗിക്കുക, എന്നാൽ പിന്നെ ഇതിൽ ഞാൻ അധികാരമൊന്നും ഉപയോഗിക്കില്ല, ചടഞ്ഞുകൂടി ഇരിക്കാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഉപയോഗിക്കേണ്ടടുത്ത് അധികാരം ഉപയോഗിക്കുകയും വേണം. 18. അപ്പോൾ അതിനുശേഷം മനോഗുണം ചേർന്ന കാമധേനു തൻ്റെ സന്തതികളായ ഗോക്കളോടും കൂടി ഗോപാലവേഷം ധരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണനെ വണങ്ങി സംബോധന ചെയ്തു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു.
പിന്നെ കാമധേനുവാണ് ജനിച്ചെന്നത്. തൻ്റെ ഗോക്കളോടുകൂടി, ഗോക്കളുടെ നേതാവ്, പശുക്കളുടെ നേതാവ്. ഇത് മനുഷ്യരുടെ നേതാവ്, ബാക്കിയെല്ലാത്തിൻ്റെ ഈ നേതാവാണ് ഇന്ദ്രൻ. ഇത് ഗോക്കളുടെ നേതാവ് ജനിച്ചില്ലാണ്. എന്നിട്ട് പറയുകയാണ്, ഹേ കൃഷ്ണ, യോഗീശ്വര, വിശ്വത്തിൻ്റെ രൂപ, വിശ്വത്തിൻ്റെ ഉൽപ്പത്തി നായക, വിശ്വമുണ്ടായത് നിർവികാര, അങ്ങയാൽ ഞങ്ങൾക്ക്, അങ്ങനെയുള്ള ഞങ്ങൾക്ക് നാഥനിലുള്ളവനായി ഭവിച്ചിരിക്കുന്നു. നമുക്കൊരു നാഥൻ ഉണ്ടായിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ സർവോത്കൃഷ്ടമായ ദൈവമാണ്. ഞങ്ങൾ അങ്ങനെയാണ് ദൈവമായിട്ട് കാണുന്നത്. ഈ ഇന്ദ്രൻ വേണ്ട. ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും സജ്ജനങ്ങളായവരുടെയും ക്ഷേമത്തിനായി നിന്തിരുവടി തന്നെ ഗോക്കളുടെ ഇന്ദ്രനായി അങ്ങ് ഭവിച്ചാലും. അങ്ങെന്ത് വേണം? ഈ ഗോക്കള്, ബ്രാഹ്മണര്, ദേവന്മാര്, നല്ല ആൾക്കാർ, ഇവരുടെയെല്ലാം ക്ഷേമത്തിനായി നിൽക്കുന്നതാ നിന്തിരുവടി ഗോക്കളുടെ ഇന്ദ്രനായിട്ട് ഭവിക്കണം. അങ്ങ് ഇവരെല്ലാം സംരക്ഷിക്കുന്നവരാണ്. അതേസമയം ഗോക്കളുടെ ഇന്ദ്രനായി ഭവിക്കണം. അപ്പം വേറെ നമുക്ക് മറ്റുള്ളവർക്കെല്ലാം ഇന്ദ്രൻ അതാണ്. പക്ഷേ ഗോക്കളുടെ പ്രത്യേകത എന്താണ്? പശുവിൻ്റെ പ്രത്യേകത എന്താണ്? പശുവിന് സത്വഗുണമാണ്. പശുവിന് മറ്റുള്ള പരിപാടികളൊന്നുമില്ല. തിന്നണം, പാല് കൊടുക്കണം, ചാണകം കൊടുക്കണം, മറ്റേതും കൊടുക്കണം. ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ല. വേറെ ഒന്നിലും അതിന് താല്പര്യമില്ല. പട്ടി അങ്ങനെയല്ല. പട്ടിക്ക് പല വേലത്തരങ്ങളും, ബാക്കി എല്ലാത്തിനും പലതരം വേലത്തരങ്ങളുണ്ട്. പക്ഷെ ഈ പശുവിന് അങ്ങനത്തെ ഒരു കാര്യമില്ല. ഏതു സമയം തിന്നുക, അയവിറക്കുക, പാല് കൊടുക്കുക, കുട്ടീനെ കുടിപ്പിക്കുക. അപ്പോൾ എപ്പോഴും ഒരു ചെടിയായ ഒരു സ്വഭാവമുള്ളതാണ്. അതിൽ രജോ തമോ ഗുണങ്ങളൊന്നുമില്ല. ഈ രജോ തമോ ഗുണങ്ങൾക്കുള്ളതാണ് ആര്? ഇന്ദ്രൻ. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ എതിർപ്പ് വരുന്നത്, ഏറ്റുമുട്ടൽ എല്ലാം വരുന്നത്. പക്ഷേ പശുക്കൾക്ക് അതിലൊന്നുമില്ല. പഴയത് തന്നെ, അന്നുള്ള പശു ഇന്നുള്ള പശു എല്ലാം ഒന്ന് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് അതായത് ഏകദേശമായി ഇന്ദ്രൻ്റെ ശ്രീഹരിയുടെ സ്വഭാവമാണ് പശുക്കൾക്കുള്ളത്. അത് എപ്പോഴും കാമാണ്. അതിന് വേറെ മറ്റുള്ള കാര്യത്തിലൊന്നും ഒരു താല്പര്യമില്ല. പട്ടികളെ പറ്റി ചിന്തിച്ചു നോക്കേ, അതിനെന്തെല്ലാം താല്പര്യങ്ങളുണ്ടെന്ന് അറിയാം. എല്ലാത്തിനുണ്ട്, പൊതുവെ എല്ലാത്തിനുണ്ട്. ഈ പശു ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അതിൻ്റേതായ കുറേ കൈമലിരിപ്പെല്ലാം ഉണ്ട്. അതുകൊണ്ട് പശുവിൻ്റെ ഇന്ദ്രൻ ആരാണ്? ഈ ശ്രീഹരിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ദ്രനായി അങ്ങ് മാറണം. ബ്രഹ്മാവിനാൽ 21 പറയാണ്, ബ്രഹ്മാവിനാൽ ആജ്ഞാപിക്കപ്പെട്ട ഞങ്ങള് നിൻ തിരുവടിയെ ഞങ്ങളുടെ ഇന്ദ്രനായി അഭിഷേകം ചെയ്യുകയാണ്. ബ്രഹ്മാവാണ് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ബ്രഹ്മാവിനാണല്ലോ അറിയുമ്പോൾ, സൃഷ്ടി ചെയ്യുമ്പോൾ അറിയുക ഓരോരുത്തരുടെ കയ്യിൽ ഇരിപ്പെന്താണെന്ന്. അപ്പം ബ്രഹ്മാവിനെ നോക്കിയപ്പോൾ ഈ പശുക്കൾ മാത്രമാണ് വേറെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു കാര്യത്തിലും തകരാതെ അവനവൻ്റെ ഒരേ സ്വഭാവമാണ് ആ സ്വഭാവത്തിൽ പോകുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവ് പശുക്കളോട് പോയി പറഞ്ഞ്, നിങ്ങൾ പോയിട്ട് ആജ്ഞാപിച്ചിരിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തെ നിങ്ങളുടെ ഇന്ദ്രനായിട്ട് അഭിഷേകം ചെയ്യണം. അങ്ങനെയാണ് ഈ ആര് വന്നിരിക്കുന്നത്? കാമധേനു വന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ ഭാരം നീക്കാൻ നിന്തിരുവടി ഭൂമിയിൽ ജനിച്ചു. ഇനി 22-23 ഇപ്രകാരം കാമധേനു കൃഷ്ണനോട് പ്രാർത്ഥിച്ചു.
എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു. ഇപ്രകാരം കാമധേനു കൃഷ്ണനോട് പ്രാർത്ഥിച്ച ശേഷം തൻ്റെ ക്ഷീരം കൊണ്ട് അദ്ദേഹത്തെ ആദ്യം അഭിഷേകം ചെയ്തു. ക്ഷീരം കൊണ്ട് അഭിഷേകം, പശുവിന് പിന്നെ എന്താ ചെയ്യാൻ പറ്റുമോ? ക്ഷീരം കൊണ്ട് അഭിഷേകം ചെയ്യില്ലാതെ ക്ഷീരം കൊണ്ട് അഭിഷേകം ചെയ്തു. പിന്നെ ദേവേന്ദ്രനും അതിഥി മുതലായ ദേവന്മാരെല്ലാം അവരുടെ പ്രേരണയാൽ ഐരാവതം പോയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആകാശഗംഗയിലെ ജലം എടുത്തുകൊണ്ട് വന്ന് തുമ്പിക്കൈയിൽ നടക്കാല എത്രയോ ജലം എടുത്തുകൊണ്ട് വരാം. ആകാശഗംഗയിൽ പോയിട്ട് ജലം എടുത്തു കൊണ്ടുവന്നിട്ട് ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് ഗോവിന്ദൻ എന്ന് വിളിക്കുകയും ചെയ്തു. ഗോവിന്ദൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോക്കളുടെ ഇന്ദ്രൻ. അപ്പം പശുക്കൾക്ക് മാത്രം പ്രത്യേകം സ്പെഷ്യൽ ഇന്ദ്രനാണ്. കാരണം പശുക്കൾക്ക് വേറെ ധർമ്മങ്ങളൊന്നുമില്ല. ഇന്ദ്രൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പുതിയ ഇപ്പോൾ ചോറുണ്ടാക്കുമ്പോൾ അരിനെല്ലാം ഇടിച്ച് പൊളിച്ചിട്ട് പദം വരുത്തിയിട്ട് ചോറാക്കി മാറ്റണം. ഇങ്ങനെ കുറേ കർമ്മങ്ങൾ ഇന്ദ്രനുണ്ട്. പശുവിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല. പശു തിന്നുന്നു, പാലും കൊടുത്ത് അങ്ങനെ നടക്കുകയാണ്. വേറെ പ്രത്യേകിച്ചൊരു സൃഷ്ടി കർമ്മങ്ങളൊന്നും പശുവിനില്ല. അതുകൊണ്ട് പശുവിൻ്റെ ഈ ഇന്ദ്രൻ ആര് തന്നെയാണ്? ശ്രീഹരി തന്നെയാണ്. അവിടെ വന്നു ചേർന്ന നാരകാദികളും ഗന്ധർവന്മാരും വിദ്യാധരന്മാർ എന്നിവർ ശ്രീഹരിയുടെ കീർത്തിയെ വാട്ടി. ഇപ്പൊ അഭിഷേകം ചെയ്യുകയാണ്. ആര്? പശുക്കളുടെ ഇന്ദ്രനായിട്ട് ആര്? ശ്രീഹരിയെ അഭിഷേകം ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ശ്രീഹരിയാണ്, അല്ല കൃഷ്ണൻ എന്നെല്ലാം പോയിട്ട് ഭാഗവതം തുടങ്ങുമ്പോൾ എപ്പോഴും വായിൽ കൃഷ്ണൻ രാധേ രാധയെ വരുള്ളൂ. പക്ഷെ ഇവിടെ ഇതൊന്നും അല്ല, ഇതങ്ങ് ശ്രീഹരിയുടെ കാര്യമാണ്. അവിടെ വന്നിരുന്ന നാരകാദികളും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും എല്ലാം ശ്രീഹരിയുടെ കീർത്തിയെ വാട്ടി. ചിലവർ തമ്പൂരും, നാരദൻ തമ്പൂരും വീട്ടി അപ്സരസുകൾ നൃത്തം ചെയ്തു. ഇനി ഇതുവരെയുള്ള 25 പിന്നെയോ 25 പറയുന്നത് ദേവസമൂഹത്തിലെ പ്രമുഖരായവരെല്ലാം ഭഗവാനെ സ്തുതിച്ചു. ദേവന്മാരെല്ലാം ആകാശത്തു നിന്ന് പിന്നെ പരിപാടി ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. പിന്നെ പശുക്കളെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഭൂമിയെ മുഴുവൻ പാലിനാൽ നനച്ചു എന്നാണ് പറയുന്നത്. അഭിഷേകം ചെയ്യുമ്പോൾ ഭൂമിയെ മുഴുവൻ പാല് കൊണ്ട് നനച്ചു എന്നാണ് പശുക്കൾ ചെയ്തത്. 26 നദികൾ പാലും തേനും ഒഴുക്കി. നദികൾ പാലും തേനുമെല്ലാം ഒഴുക്കി. എന്താണ് ഇതിൻ്റെ അർത്ഥം? നദികൾ പാലും തേനും എങ്ങനെയാണ് ഒഴുക്കുന്നത്? നദികൾ ഒഴുകുമ്പോഴാണ് കൃഷി ഉണ്ടാവുക. കൃഷി ഉണ്ടാകുമ്പോൾ പശുക്കൾ ഉണ്ടാകുമ്പോൾ പാലുണ്ടാവും. തേനെന്ന് പറഞ്ഞാൽ ചെടി മുളക്കുമ്പോൾ അതിൻ്റെ അകത്ത് തേനുണ്ടാവും. ഇതെല്ലാം നദികളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ തരത്തിലാണ് നദികൾ പാലും തേനും ഒഴുക്കി എന്ന് പറയുന്നത്. അല്ലാതെ നദിയിലോട്ട് ഇങ്ങനെ പാലും തേനും എങ്ങനെ ഒഴുകുന്നത്? അപ്പോൾ പറയുന്ന കവിഭാവനയിൽ ആ വീണ പൂവ് കണ്ടിട്ട് കവി പറഞ്ഞിട്ടില്ല ആകാശത്തിലെ നക്ഷത്രമായിരുന്നു നീ. ഏത് ഈ പൂവ് ആകാശത്തിലെ നക്ഷത്രമാണ്. പണ്ട് നീ ആകാശത്തിലെ നക്ഷത്രമായിരുന്നു. അപ്പൊ കവികൾ അങ്ങനെയല്ല അടിച്ചു കിടക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അത്രയും ഉയർന്ന നിലയിലായിരുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നദികൾ പാലും തേനും ഒഴുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദികളുള്ളത് കൊണ്ടാണ് പാലും തേനും എല്ലാം ഉണ്ടാകുന്നത്. മരങ്ങൾ പൂന്തേന് ചുരത്തി. കൃഷി കൂടാതെ തന്നെ ധാന്യങ്ങൾ വിളഞ്ഞു. അന്നാണ് എങ്ങനെയാണ് കൃഷി ചെയ്യാതെ എങ്ങനെയാണ് ധാന്യം ഉണ്ടാവുക? ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മനുഷ്യർ കൃഷി ചെയ്യാതെ തന്നെ ചെടികളെല്ലാം മുളച്ചിട്ട് ധാന്യങ്ങൾ ഉണ്ടായി. സാധാരണ കൃഷി ചെയ്താലല്ലേ പറ്റൂ. മനുഷ്യരാണ് കൃഷി ചെയ്യുന്നത്. തന്നാലെ മുളക്കുന്നത് അതെങ്ങനെയാണ്? അപ്പം ഭൂമി അത്രയും ഫലഭൂയിഷ്ഠമായി ചെടികളെല്ലാം വളരാൻ തുടങ്ങി, പൂക്കാൻ തുടങ്ങി, കായ്ക്കാൻ തുടങ്ങി. ചില സ്ഥലത്തെല്ലാം പോകുമ്പോൾ നല്ല ചീരേൻ്റെ ചെടിയെല്ലാം ഇങ്ങനെ വളർന്ന് കിടക്കുന്നതാണ്. നമ്മൾ വെറുതെ കാടുവാരിയുള്ള ഇപ്പം ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ താഴത്ത് നോക്കുമ്പോൾ ചില സ്ഥലത്തെല്ലാം എത്തുമ്പോൾ ചില ചെടികളെല്ലാം ഇങ്ങനെ തളച്ച് വളർന്നതാണ്. ഇതെല്ലാം ആരും നട്ടിട്ടൊന്നുമല്ല. അപ്പോൾ കൃഷി കൂടാതെ തന്നെ ധാന്യങ്ങൾ വിളഞ്ഞു.
പർവ്വതങ്ങൾ പുറത്തേക്ക് രത്നങ്ങൾ തള്ളിവെച്ചിട്ട് അത് ധരിച്ചു. പർവ്വതത്തിന്റെ പുറത്ത് രത്നങ്ങൾ ഉണ്ടായി. പർവ്വതത്തിന്റെ പുറത്ത് മുഴുവൻ രത്നങ്ങൾ. ഇത് പലയിടത്തും പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കേണ്ടത്, പർവ്വതത്തിന്റെ അടിയിൽ രത്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ വെറുതെ ഇവർ ഇത് പറയില്ല, പർവ്വതത്തിൽ നിന്ന് രക്തം പൊത്തി വന്നിട്ട് അത് അലങ്കരിച്ചു ധരിച്ചു. അപ്പൊ പർവ്വതങ്ങളുടെ അടിയിൽ രത്നങ്ങളുണ്ടോ എന്നുള്ളത്, അത്രയും മർദ്ദങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ രത്നങ്ങളെല്ലാം ഉണ്ടായേക്കാം. ഇനിയിപ്പം പർവ്വതം മുഴുവൻ അടിയിലോളം തുറന്നു നോക്കാൻ പറ്റില്ല. ഇനി 27. അങ്ങനെ ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്തതിൽ പിന്നെ ക്രൂര സ്വഭാവക്കാരായ സർപ്പാദികൾ വിദ്വേഷമില്ലാത്തവരായി. അങ്ങനെ കൃഷ്ണൻ അഭിഷേകനായപ്പോൾ ക്രൂര സ്വഭാവക്കാരായ സർപ്പാദികളൊന്നും പിന്നെ അവർക്ക് പിന്നെ ആരോടും വിദ്വേഷമൊന്നുമില്ല, എല്ലാം ശാന്തമായി. 28. ഇപ്രകാരം ഗോക്കളുടെയും ഗോപാലകരുടെയും അധിപനായ ശ്രീകൃഷ്ണനെ, ഗോക്കളുടെ അധിപനാണ്, ഗോപാലകരുടെ അധിപനായ ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്ത ശേഷം അപ്പൊ എന്തായിത്തീർന്നു? ഗോവിന്ദനായിത്തീർന്നു. ഗോക്കളുടെ എല്ലാം ഇന്ദ്രനായിത്തീർന്നു. അതിനുശേഷം ഇതിലെല്ലാം ഇന്ദ്രനും പങ്കെടുത്തല്ലോ. ഇന്ദ്രന് വേറെ അധികാരം വീതിച്ചതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ദ്രന്. പക്ഷെ അതുവരെ ഇന്ദ്രനായിരുന്നു നോക്കിയായിരുന്നു, ഭയങ്കര ജോലിഭാരമായിരുന്നു. അതുകൊണ്ട് ഈ പശുക്കളെ കാര്യത്തിൽ നിന്ന് മാറ്റിക്കൊടുത്തിരിക്കുകയാണ്. ദേവേന്ദ്രൻ പിന്നെ യാത്ര പോയിക്കോട്ടെ എന്നെല്ലാം ചോദിച്ച് യാത്രാനുവാദം എല്ലാം വാങ്ങിയിട്ട് എല്ലാ ദേവന്മാരെയും കൂട്ടി, ദേവന്മാരുടെ രാജാവാണല്ലോ, ഇവന്മാരെല്ലാം കൂട്ടിയിട്ട് ദേവലോകത്തേക്ക് പോയി.